നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി NDA പുറത്തിറക്കിയ പ്രകടന പത്രിക കേരളത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ളതാണെന്ന് 2020 പ്രസിഡന്റ് സാബു എം ജേക്കബ്. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ 2020 നടപ്പാക്കി വിജയിച്ച ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ കേരളത്തിലെമ്പാടും നടപ്പാക്കും. ഇതിന്റെ ആദ്യപടിയായി വീട്ടമ്മമാർക്ക് ഭക്ഷ്യസുരക്ഷാ കാർഡ് നൽകുമെന്നും സാബു എം ജേക്കബ് കൊച്ചിയിൽ പറഞ്ഞു. കേരളത്തിലെ വിവിധ മുന്നണികൾ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഏറ്റവും മികച്ചതും കേരളത്തിന്റെ സമഗ്ര വികസനത്തിനുതകുന്നതുമാണ് NDAയുടെ പ്രകടന പത്രിക. പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ 2020 നടപ്പാക്കി വിജയിച്ച ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ കേരളത്തിലെമ്പാടും നടപ്പാക്കുമെന്നതാണ്. ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ ആരംഭിക്കാൻ വരുന്ന കാലതാമസം മറികടക്കാൻ വീട്ടമ്മമാർക്ക് ഭക്ഷ്യസുരക്ഷാ കാർഡുകൾ നൽകും. മാസം 2500 രൂപ വീതം, വർഷത്തിൽ 30,000 രൂപയുടെ സാമ്പത്തിക സഹായം ഓരോ കുടുംബത്തിനും പദ്ധതിയിലൂടെ ലഭിക്കും. ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനൊപ്പം എല്ലാ പഞ്ചായത്തിലും 50% വിലക്കുറവിൽ ജീവൻ രക്ഷാ മരുന്നുകളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സഞ്ചരിക്കുന്ന ആശുപത്രിയും സൗജന്യ ആംബുലൻസ് സേവനവും ലഭ്യമാക്കും. വിലക്കയറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്ന വീട്ടമ്മമാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓരോ വീട്ടമ്മമാരുടെയും പേരിൽ ഒരു കാർഡ് നൽകി അവരുടെ ആ കാർഡിലേക്ക് 2500 രൂപ വെച്ച് ഒരു മാസം ചാർജ് ചെയ്ത് കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാർഡിലൂടെ ഒരു വർഷം 30,000 രൂപയുടെ സഹായം വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന വീട്ടമ്മമാർക്ക് ഇതുകൊണ്ട് വളരെ പ്രയോജനം കിട്ടും. കടബാധ്യത കുറയ്ക്കാനുള്ള യാതൊരു കർമ്മ പദ്ധതികളും ഇടതു വലതു മുന്നണികളുടെ പ്രകടന പത്രികകളിലില്ല. കേരളത്തിന്റെ പൊതുകടം NDA സർക്കാർ അധികാരത്തിലെത്തിയാൽ അടുത്ത 8 വർഷം കൊണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കും. 9ാം വർഷം കേരളത്തിൽ മിച്ച ബഡ്ജറ്റ് അവതരിപ്പിക്കും. കിഴക്കമ്പലം പഞ്ചായത്തിൽ 2020 അധികാരമേൽക്കുമ്പോൾ 39 ലക്ഷത്തിന്റെ കടമുണ്ടായിരുന്നു. 10 വർഷത്തെ 2020 ഭരണത്തിൽ 32 കോടി രൂപ നീക്കിയിരിപ്പാണുള്ളത്. ഈ മാതൃക NDA സർക്കാർ അധികാരത്തിലെത്തിയാൽ കേരളമൊട്ടാകെ നടപ്പാക്കുമെന്നും സാബു ജേക്കബ് പറഞ്ഞു. ഒരു പ്രകടന പത്രികയിലും ഈ കടം എടുക്കാതെ എങ്ങനെ സംസ്ഥാനം ഭരണം നടത്താം, എങ്ങനെ കടം കുറച്ചുകൊണ്ടുവരാം, അതിനെപ്പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല, പ്രകടന പത്രികയിൽ ഒരു സ്ഥലത്തും കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ NDAയുടെ പ്രകടന പത്രികയിൽ പറയുന്നു 5 വർഷം കൊണ്ട് കടം ഘട്ടം ഘട്ടമായി കുറയ്ക്കും, 8 വർഷം കൊണ്ട് കടം പൂർണ്ണമായിട്ടും സീറോ ആക്കി, 9ാം വർഷം കടത്തിന് പകരം കടം പൂർണ്ണമായിട്ടും തീർത്ത് അവിടെ മിച്ച ബഡ്ജറ്റ് ഉണ്ടാക്കി ഡെപ്പോസിറ്റ് ആവുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരും. ജനം, കൊച്ചി.